അതിനകത്തുണ്ട്. ചില ഡൗട്ടുകളൊക്കെ ചിലർക്ക് ഉണ്ടാവുമായിരിക്കും. അത് നമുക്ക് മീൻ ടൈം പിന്നെ പരിഹരിക്കാം. അതിൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് പരിഹരിക്കാം. പിന്നെ പക്ഷേ ഈ പ്രോബ്ലംസ് എല്ലാം നോട്ട്ബുക്കിനകത്ത് എഴുതുകയും പിന്നെ അതിനകത്ത് എഴുതി ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഒന്നുകൂടെ പറയുക, നിങ്ങൾ പിന്നെ യു ആർ ആൾസോ ഫേസിങ് എ ഡിഫിക്കൽട്ട് ടൈം. അതുകൊണ്ട് നമ്മളത് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും, നോട്ട് ഓൺലി ഫോർ ദ സീരീസിസ്റ്റ്. അന്നേരം അത് നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി, അതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ തരുന്നത്. ഈ മോഡ്യൂൾ 3 ഒരു ട്യൂട്ടോറിയൽ ഷീറ്റ് കൂടെ തരും. അന്നേരം ഞാൻ ആ ട്യൂട്ടോറിയൽ ഷീറ്റ് ഇന്ന് അയക്കാം. ഇതിന്റെ സൊല്യൂഷൻസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നേരം പിന്നെ ആ ട്യൂട്ടോറിയൽ ഷീറ്റ് കൂടെ തരും. അതിൽ അത്രയും ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യുവർ സീരീസസ്റ്റ്. സീരീസസ്റ്റ് എന്ന് പറഞ്ഞാൽ സീരീസസ്റ്റ് മോഡ്യൂൾ 3യുടെ നമ്മുടെ കമ്മിങ് സീരീസസ്റ്റ്, ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി കമ്മിങ് സീരീസസ്റ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ. അന്നേരം നമുക്ക് അവിടെ അത് നമുക്ക് ആവശ്യം വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുമ്പം നിങ്ങൾക്ക് എൻ സെമസ്റ്ററിന്റെ പഠിത്തം കൂടെ ആവും. അതുകൊണ്ടാണ് ഞങ്ങൾ അതെല്ലാം അങ്ങനെ നമ്മളത് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും ഓർമ്മ വേണം. അതുകൊണ്ട് ആരും ഇതിനകത്ത് ഉഴപ്പരുത്. നോട്ട്ബുക്കിനകത്തോട്ട് പകർത്തി എഴുതാനും നോട്ട്ബുക്കിലോട്ട് എഴുതാനുമായിട്ടുള്ള മടി കാണിക്കരുത്. അങ്ങനെ മടി കാണിച്ച പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇത്രയും പിന്നെ കാര്യങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരിക. അന്നേരം ആ പഠിക്കാൻ വേണ്ടി തരുന്നതിനകത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റും. അന്നേരം അല്ലാതെ പിന്നെ ഇനി അതിനകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ഇല്ലല്ലോ. അന്നേരം അതുകൊണ്ട് നമ്മൾ അത്രയെങ്കിലും നമ്മൾ പഠിക്കണം. ആ സബ്ജക്റ്റ് നമ്മൾ അത്രയും ഇതൊക്കെ എഴുതിയൊക്കെ പിന്നെ പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഇപ്പം മാത്രമല്ല, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു റൈറ്റ് ഗേറ്റ് എക്സാമിനേഷൻ, അപ്പോഴും നിങ്ങൾക്ക് ഇതിന് ഉപയോഗം വരും. അതുകൊണ്ട് നിങ്ങൾ അത് ആ രീതിയിൽ തന്നെ അതിനെ കാണണം. ഇപ്പം നമ്മൾ പിന്നെ ഹയർ സ്റ്റഡീസിന് നമുക്ക് വളരെ വലിയൊരു ഓപ്ഷനാണ് ഗേറ്റ് എക്സാമിനേഷൻ. അതുകൊണ്ട് ഗേറ്റ് എക്സാമിനേഷനും കൂടെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ മോഡ്യൂളിൻ്റെ ഒക്കെ പ്രോബ്ലം ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ അതിനെ കാണണം. നിങ്ങളോടത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പിന്നെ പൊക്കി പറയാനൊന്നുമല്ല. ഞാൻ പിന്നെ കുറെ കാലമായിട്ട് കാണുന്ന, ഇപ്പം ഞാൻ 2019-23 എൻ്റെ ബാച്ചിന്റെ സീനിയർ അഡ്വൈസർ ആയിരുന്നു. അന്നേരം അതില് ഞാൻ നിങ്ങളുമായിട്ട് റാങ്കിലൊക്കെ കമ്പാരിസൺ ഉണ്ടോന്ന് വെച്ചാൽ നോ കമ്പാരിസൺ അറ്റ് ഓൾ. കാര്യം എന്ന് വെച്ചാൽ അന്ന് എൻ്റെ ക്ലാസ്സിൽ ദ ലാസ്റ്റ് റാങ്ക് ഈസ് 1100 പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ 2019-23 ബാച്ചിന്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം മെക്കാനിക്കലിന് കുറച്ച് പിന്നെ ക്ഷയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷെ അതിനുശേഷം നല്ലൊരു ബാച്ചിനെ കാണുന്നത് നിങ്ങളുടെ ബാച്ചാണ്. നിങ്ങളുടെ A, B and C ആർ വെരി ഗുഡ് ബാച്ച്. അതായത് അതുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ആൾമോസ്റ്റ് 90% സ്റ്റുഡൻസും ഇതെല്ലാം പഠിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ, ബാക്കിയുള്ളവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഇതിനകത്ത് എടുക്കുന്നത്. നിങ്ങളുടെ ഒരു നമ്മുടെ ക്ലാസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായ സമീപനം ഉണ്ടല്ലോ, ആ ആത്മാർത്ഥമായ സമീപനമാണ് നമ്മളെയും ഇതിനകത്ത് ഉഴപ്പാതെ പിന്നെ നിങ്ങൾക്ക് പരമാവധി മെറ്റീരിയൽസ് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന അധ്യാപകരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യും എന്നൊരു ഉത്തമ വിശ്വാസത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം. നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മുടെ വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ ആ ടിഗും മിഗ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ടങ്സ്റ്റൺ നെറ്റ് ഗ്യാസ് വെൽഡിങ്ങും മിഗും എല്ലാം നമ്മൾ പറഞ്ഞു. അന്നേരം മെറ്റൽ നെറ്റ് ഗ്യാസ് വെൽഡിങ്ങും ആർക്ക് വെൽഡിങ് എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഉണ്ട് ഈ സീരീസ് സിസ്റ്റം. അന്നേരം അത് മോഡ്യൂൾ 4 and 5 ഇസ് കമ്പാരിറ്റീവ്ലി ഈസിയർ മോഡ്യൂൾസ്. അത് എങ്ങനെ ഈസിയർ മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ they will ask only the theory questions. അന്നേരം പിന്നെ problematic questions you can expect in the end semester examination from 1, 2 and 3 modules. അന്നേരം ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലംസും സെക്കൻഡ് മോഡ്യൂളിലെ പ്രോബ്ലം നമ്മൾ കുറച്ച് ഐ തിങ്ക് പീപ്പിൾ ആർ റിമെമ്പർ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടേക്കുന്നത്. അന്നേരം അതെല്ലാം ആ പ്രോബ്ലംസ് അതേണക്കുള്ള പ്രോബ്ലംസ് ചോദിക്കും, മനസ്സിലായോ? അന്നേരം അതുകൊണ്ട് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മോഡ്യൂൾ ഇസ് maybe there's a combination of the theory and the problematic questions. So അതുകൊണ്ടാണ് നമ്മൾ അതിനെ എത്ര എംഫസിസ് ചെയ്ത് നമ്മൾ ഇത്രയും തരുന്നത്. But 4th and 5th module is purely theoretical questions only.
അതുകൊണ്ട് നിങ്ങൾ ഇനി നമ്മൾ ഇതിനകത്ത് ഒട്ടും അമാന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ സബ്ജക്റ്റ് ഈ സമയത്ത് അങ്ങ് തീർത്ത് വെച്ചാൽ പിന്നെ യുവർ ലൈഫ് വിൽ ബി ഈസിയർ. Whenever you coming back to college, the problem is, so there are some subjects is purely problematic subjects, so that they require more contact classes. Then as well as contact classes are required for completing the practicals in the third week of April. So people are going to give more emphasis on practical classes while you are coming to offline classes. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് സമയം കാണത്തില്ല. അന്നേരം നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന ഈ സമയം, ഇപ്പൊ പ്രാക്ടിക്കൽ ഒന്നും നമുക്ക് എഴുതാനൊന്നുമില്ല, പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന സമയം ഇഫ് യു യൂട്ടിലൈസ് ഫോർ കംപ്ലീറ്റിംഗ് ദീസ് മോഡ്യൂൾസ്, then your life will be easier. And the examination, maybe the schedule will be slightly changed. As per the schedule, I think it is somewhere in third week or fourth week of April. So that may be slightly changed. അത് എന്തായാലും മാറ്റം വന്നല്ലേ പറ്റൂ. The series test will be going to happen only in the first week of April. അന്നേരം അത് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ ഈ ഫോർത്ത് മോഡ്യൂളിൽ വാട്ട് വി ആർ റിമൈനിങ് എസ് ബ്രേസിംഗ്, സോൾഡറിങ് പോലുള്ള സാധനങ്ങൾ. അന്നേരം അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. നമ്മൾ തന്നിരുന്ന നോട്ട്സിൽ അതെല്ലാം ഉണ്ട്. അത് ബ്രേസിംഗ്, സോൾഡറിങ്, some ideas you have already studied in എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ ബേസിക് സാധനങ്ങൾ നിങ്ങൾ മറ്റേ ഇതിനകത്ത് പഠിച്ചായിരുന്നു. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ആ ബേസിക് ഇൻഫർമേഷൻ ഈസ് ആൾസോ യൂസ്ഫുൾ. ഈ എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാത്ത ഒരാള് അയാൾക്ക് സോൾഡറിങ്, ബ്രേസിങ്ങിൽ എന്തെങ്കിലും ഒന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ ആ സോൾഡറിങ് ബ്രേസിങ്ങിന്റെ അത് വളരെ വളരെ നട്ട്ഷെല്ലിലുള്ളൊരു സാധനം മാത്രമേ അതിനകത്തുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഇയർ ബുക്കുകളിൽ, ബെഞ്ചമിൻ സാറിന്റെ ഫസ്റ്റ് ഇയർ ബുക്കുകളിൽ വളരെ നട്ട്ഷെല്ലായിട്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 4th സെമസ്റ്റർ സ്റ്റുഡന്റിന് എഴുതാൻ പറ്റുന്ന നിലയിലുള്ള സാധനങ്ങൾ അതിനകത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഒരാൾ ഒന്നും പഠിക്കാത്ത ഒരാള് ബ്രേസിംഗ്, സോൾഡറിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നിലയിൽ എന്തെങ്കിലും അതിനകത്ത് എഴുതാൻ പറ്റും. അന്നേരം അത് നോക്കണമെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് യു ഗോ ത്രൂ ദീസ് KTU നോട്ട്സ് ആൻഡ് ദെൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. അന്നേരം ഈ ബ്രേസിംഗ്, സോൾഡറിങ്ങും കൂടെ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഈ മോഡ്യൂൾ കഴിയും. ഈ മോഡ്യൂൾ ഈസ് വെരി സിമ്പിൾ. നമ്മൾ ആലോചിച്ച് നോക്കും, വെരി സിമ്പിൾ, ബിക്കോസ് മോസ്റ്റ് ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ആർക്ക് വെൽഡിങ്. പിന്നെ കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഹീറ്റ് അഫക്റ്റഡ് സോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഞാനിത് വീണ്ടും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഇങ്ങനെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അന്നേരം പിന്നെ ഹീറ്റ് അഫക്റ്റഡ് സോണിലെ മൈക്രോസ്ട്രക്ചർ ഡിഫറൻസസ് എന്താന്ന് നമ്മൾ പറയണം. അന്നേരം അത് കൂടെ കഴിഞ്ഞാൽ ഈ ഫോർത്ത് മൊഡ്യൂൾ ഇസ് ഗോയിങ് ടു ബി ഓവർ. നിങ്ങൾ ഇത് നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾ ഒരു കുഴപ്പമില്ലാത്തൊരു എഫേർട്ട് ഇട്ടാൽ you are going to get very good grades in manufacturing process. Because see, the fourth module is, if you are familiar with arc welding in all the processes and HAZ, then you will get a full question. Then bracing and soldering, then there is high chance to get a full question. So the full question is there are 5 modules. നമുക്കറിയാം 8 മാർക്ക് അതിനകത്ത് കിട്ടും. 8 മാർക്ക് കിട്ടും. അതിനകത്ത് തന്നെ 8 മാർക്ക് വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് സഹായിക്കണം. ഇനി ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ്ങും കൂടെ എന്താണെന്ന്, ഈ ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ് നിങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾ യു ഹാവ് ടു പ്രിപ്പയർ ദ നോട്ട്സ്. വാട്ട് ഈസ് ബ്രേസിംഗ്, ബ്രേസിങ്ങിന്റെ ഈ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾ പറയണം. അന്നേരം ബ്രേസിംഗ് എന്താന്ന് നമ്മൾ ചോദിച്ചാൽ, വാട്ട് ഈസ് ബ്രേസിംഗ് ഈസ് എ ജോയിനിങ് പ്രോസസ് എന്ന് തന്നെ അറിയാം. ഇൻ വിച്ച് എ ഫില്ലർ മെറ്റീരിയൽ melted and distributed by capillary action between the facing surfaces of the facing surfaces എന്നായിരിക്കുന്നത്, facing surface of the metal parts being joined. അത് നമുക്കറിയാം. ഒരു ഫില്ലർ മെറ്റീരിയൽ ഉണ്ട്, ആ ഫില്ലർ മെറ്റീരിയലിനെ ചൂടാക്കി അന്നേരം അത് കാപ്പിലറി ആക്ഷൻ വഴി അതിനകത്ത് ജോയിന്റ് ഉണ്ടാക്കും.
So no melting of the base metal occurs in bracing. നമ്മൾ മറ്റേ വെൽഡിങ്ങിലൊക്കെ ഇത് നമ്മൾ ആ വെൽഡിങ്ങിന്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബ്രേസിങ്ങിൽ ബ്രേസ്ഡ് ജോയിന്റ്സ് ആയിട്ട് നമ്മൾ സൈക്കിളിൽ ഒരുപാട് ആ മെഷീന്റെ പാർട്ടും സാധനങ്ങളും ഒക്കെ അതിന്റെ താഴെയൊക്കെ ബ്രേസ്ഡ് ജോയിന്റ്സ് ഉണ്ട്. അന്നേരം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബേസ്മെന്റിൽ ഉരുകത്തില്ല. ബേസ്മെന്റിൽ ഉരുകത്തില്ല. അതേസമയം നമ്മൾ ഉരുക്കുന്ന എന്തിനാണ്? ഫില്ലർ മെറ്റീരിയലിനെ ഉരുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി? അതാണ് ഈ ബ്രേസിങ്ങിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അന്നേരം ഈ ടീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പം പേപ്പർ നോക്കുമ്പം ഈ കാര്യം അവൻ അറിയാവുന്നോ ഇല്ല എന്നുള്ളത്. എന്താണ് ബ്രേസിങ്ങിന്റെ വ്യത്യാസം ബാക്കിയുള്ള വെൽഡിങ്ങുമായിട്ടുള്ളത്? നോ മെൽട്ടിംഗ് ഓഫ് ദി ബേസ് മെറ്റൽ occurs in bracing, only the filler melts. In basing, filler metal, also called bracing metal, has melting temperature that is above 450 degrees Celsius, but below the melting point of the base metal to be joined. അന്നേരം നമ്മൾ ബേസ് മെറ്റൽ ഉരുകത്തില്ല എന്ന് പറഞ്ഞാൽ, അന്നേരം ബേസ് മെറ്റലിൽ ഉരുകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റിന് താഴെ ആയിരിക്കണം ഫില്ലറിന്റെ അല്ലെങ്കിൽ ബ്രേസിന്റെ ടെമ്പറേച്ചർ, മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ. If the joint is properly designed and the bracing operation has been properly performed, the brace joint will be stronger than the filler metal out of which it has been formed upon solidification. വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള വെൽഡഡ് ജോയിന്റ് അതുകൊണ്ടുണ്ടാകും. This rather remarkable results due to the small part clearances used in bracing and the metallurgical bonding occurs between base filler metals and the geometric construction that are imposed of the joint by the base parts. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കി. അന്നേരം നമ്മൾ എഴുതേണ്ട ബ്രേസിംഗ് എന്താണെന്ന് എഴുതണം, ബ്രേസിംഗിൽ എന്തോ സംഭവിക്കുന്നതെന്ന് എഴുതണം, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ്. എനി മെറ്റൽസ് ക്യാൻ ബി ജോയിൻ ഇൻക്ലൂഡിംഗ് ഡിസിമിലർ മെറ്റൽസ്. Certain bracing methods can be performed quickly and consistently, thus permitting high cycle rates and automated production. Bracing methods can be performed quickly, order pettannu cheyyam, so automated production methods can be employed. Some methods allow multiple joints to be braced simultaneously. Multiple joint വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Bracing can be applied to join thin wall parts that cannot be welded. അങ്ങനെയുണ്ട്. വെൽഡ് ചെയ്യാൻ പറ്റാത്തടത്ത് നമുക്ക് ബ്രേസിംഗ് ഉപയോഗിക്കാം. ഇൻ ജനറൽ, ലെസ് ഹീറ്റ് ആൻഡ് പവർ ആർ റിക്വയർഡ് ഇൻ ഫ്യൂഷൻ വെൽഡിംഗ്. പ്രോബ്ലംസ് വിത്ത് ദ ഹീറ്റ് അഫക്റ്റഡ് സോൺ ഇൻ ദ ബേസ് മെറ്റൽ നിയർ ദ ജോയിന്റ് ആർ റെഡ്യൂസ്ഡ്. ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അഫക്റ്റഡ് സോണിനകത്ത് ബേസ് മെറ്റലും കൂടെ കയറി വരുമ്പോഴാണ് മൈക്രോസ്ട്രക്ചർ ഡിഫറൻസും അതിന്റെ സ്ട്രെങ്തും ഒക്കെ പ്രശ്നമായി വരുന്നത്. Joint areas that are inaccessible by many welding processes can be braced since capillary action draws a molten filler metal into the joint. അതുകൊണ്ടോ അന്നേരം ഈ ബ്രേസ് ഒരു ലിക്വിഡ് പരുവത്തിലാവും, ഒരു ലിക്വിഡസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ലിക്വിഡ് പരുവത്തിലാവുമ്പോൾ അത് നമുക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത വെൽഡിംഗ് പ്രോസസ്സുകളൊന്നും ആപ്ലിക്കബിൾ അല്ലാത്ത സ്ഥലങ്ങളിലും വി ക്യാൻ യൂസ് ബ്രേസിംഗ്. ഓഫ് കോഴ്സ് ഏത് പ്രോസസ്സിനും ഡിസഡ്വാൻറ്റേജ് കാണും. Disadvantages and limitations bracing include joint strength is generally less than that of a welded joint. അത് പറയേണ്ട കാര്യമില്ലല്ലോ. Although the strength of a good brace joint is greater than that of the filler metal, it is likely to be less than that of the base metals. നമുക്ക് മനസ്സിലായി. High service temperature may weaken a braced joint. അതായത് നമ്മൾ വലിയ ടെമ്പറേച്ചർ കൊടുത്താൽ ഈ പിന്നെ പറഞ്ഞാൽ അതിന് ആവശ്യമുള്ള ടെമ്പറേച്ചറിനെക്കാളും വലിയ ടെമ്പറേച്ചർ നമ്മൾ കൊടുത്താൽ അത് ആ ജോയിന്റ് വീക്ക് ചെയ്യും. The color of the metal in the brace joint may not match the color of the base metal parts, a possible aesthetic disadvantage. പക്ഷെ ഇതൊക്കെ ഈ aesthetic disadvantage എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സൈക്കിളിൽ പിന്നെ പല പാർട്സിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒരു aesthetic പ്രോബ്ലം സൈക്കിളിന്റെ ഈസ്തെറ്റിക് പ്രോബ്ലം നമ്മൾ നോക്കുമ്പം ആ എസ്തെറ്റിക്സിൽ നമ്മൾ വലുതായിട്ട് പിന്നെ ബോധർ ചെയ്യത്തില്ല. അതേസമയം ഇയാളൊരു കാറ് വാങ്ങിച്ചാൽ അതിന്റെ എസ്തെറ്റിക്സിനെ കുറിച്ച് ഇയാള് കുറച്ചുകൂടെ ബോധേഡാകും. അന്നേരം that all depends upon the application. പിന്നെ ഇവിടെ ബ്രേസിംഗ് ജോയിന്റ് സ്ട്രെങ്ത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ജോയിന്റ് ക്ലിയറൻസ്, ഇതെല്ലാം ഇവിടെ ഈ ജോയിന്റ് സ്ട്രെങ്ത് ചേർന്ന ഒരു ഗ്രാഫ് ഉണ്ട്.
അത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫില്ലർ മെറ്റൽസ് ഏതൊക്കെയാണ്? Common filler metals used in bracing are listed in table. So, okay, aluminum and silicon, copper and phosphorus, copper and zinc, gold and silver, nickel alloy, silver alloy. See, copper and zinc are copper and zinc. ബ്രേസിംഗ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടുന്നത് ഇങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്. ഞാനത് ക്ലാസ്സിൽ ഞാനത് നിങ്ങളത് പ്രിപ്പയർ ചെയ്യണം. കഴിയുന്നത് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തിട്ട് അത് തന്നെ കാണിക്കുകയും വേണം. അന്നേരം ബ്രേസിംഗിൽ നമ്മൾ ചോദിച്ചാൽ എന്താണ് ബ്രേസിംഗ് എന്ന് നമ്മൾ എഴുതുക. എന്താണ് ബാക്കിയുള്ള വെൽഡിംഗ് എന്നുള്ള വ്യത്യാസം ബ്രേസിങ്ങിന് നമുക്ക് മനസ്സിലായി. ഇനി ബ്രേസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ഫില്ലർ മെറ്റൽ വേണം. എന്നിട്ട് അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ എന്നിട്ട് അതിന് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എഴുതണം. എന്നിട്ട് ബ്രേസിന്റെ എക്സാമ്പിൾ എഴുതണം. ഫില്ലർ മെറ്റീരിയലായിട്ട് ഈ ഫില്ലർ മെറ്റീരിയലിനെ ബ്രേസ് എന്ന് പറയുന്നത്. അന്നേരം ആ ഫില്ലർ മെറ്റീരിയലിൽ ഏതൊക്കെ കോമ്പിനേഷനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറയണം. അന്നേരം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രേസിങ്ങിനകത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ ടു ക്വാളിഫൈ ആസ് എ ബ്രേസിംഗ് മെറ്റൽ the call of the following characteristics. അതിനെ കുറിച്ച് കൂടുതൽ പറയാ. അന്നേരം ഇനി ഫില്ലർ മെറ്റീരിയൽ എങ്ങനെയാ എന്നുള്ളത്. മെൽറ്റിംഗ് ടെമ്പറേച്ചർ മസ്റ്റ് ബി compatible with the base metal. Surface tension of the liquid phase must be low for good wettability. Fluidity of the metal must be high. The metal must be capable of being braced into a joint. Adequate strength of the application. Chemical and physical interactions with base metal must be avoided. അത് നമ്മൾ എന്തോ പറയുന്നത്, ബ്രേസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ആ ബ്രേസിൽ ഉണ്ടാവേണ്ടുന്ന ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇതൊന്നും പഠിച്ചില്ല. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആ ഗ്രാഫ് പഠിച്ചില്ല. ബ്രേസിങ് എന്തോ സൈക്കിളൊക്കെ ജോയിൻ ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ബ്രേസിന്റെ ടെമ്പറേച്ചർ എത്രയെന്ന് നമ്മൾ അവിടെ എഴുതണം. സാധാരണ ഉപയോഗിക്കുന്ന ബ്രേസസ് ഏതാണെന്ന് എഴുതണം. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇവിടെ വേണമെങ്കിൽ നമ്മുടെ സീരീസ് സിസ്റ്റം വേണമെങ്കിൽ ഇപ്പൊ എ പാർട്ടില് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാം. വാട്ട് ആർ ദ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് എ ഫില്ലർ മെറ്റൽ. അതായത് നിങ്ങൾക്ക് അതിനകത്ത് ഇതൊക്കെ വെറുതെ എഴുതാം. മെൽറ്റിംഗ് ടെമ്പറേച്ചർ മസ്റ്റ് ബി കോമ്പാറ്റിബിൾ വിത്ത് ദ ബേസ് മെറ്റൽ ആയിരിക്കണമല്ലോ. മനസ്സിലായി? അത് ബ്രേസ് എന്തോന്ന് ആലോചിച്ചാൽ നമുക്ക് എഴുതാവുന്ന കാര്യമുണ്ട്. സർഫസ് ടെൻഷൻ ഇൻ ദ ലിക്വിഡ് ഫേസ് മസ്റ്റ് ബി ലോ ഫോർ ഗുഡ് വെറ്റബിലിറ്റി. അങ്ങനെ സർഫസ് ടെൻഷൻ കുറഞ്ഞെങ്കിലേ പെട്ടെന്ന് അത് ഉണങ്ങത്തുള്ളൂ. ഫ്ലൂയിഡിറ്റി ഓഫ് ദ മോട്ടർ മെറ്റൽ മസ്റ്റ് ബി ഹൈ ഫോർ പെനട്രേഷൻ ടു ദ ഇന്റർഫേസ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ 3 പോയിന്റ് ഓർത്തിരിക്കാൻ ഒരു പാടുമില്ല. കാര്യം എന്ന് വെച്ചാൽ ബ്രേസിംഗ് എന്താന്ന് നമ്മൾ ഓർത്ത ഈ 3 പോയിന്റ്. ടെമ്പറേച്ചർ മസ്റ്റ് ബി കോമ്പാറ്റിബിൾ വിത്ത് ദ ബേസ് മെറ്റൽ. സർഫസ് ടെൻഷൻ ഈസ് ദ ലിക്വിഡ് ഫേസ് മസ്റ്റ് ബി ലോ ഫോർ ഗുഡ് വെറ്റബിലിറ്റി. പിന്നെ ഫ്ലൂയിഡിറ്റി ഓഫ് ദ മോട്ടർ മെറ്റൽ മസ്റ്റ് ബി ഹൈ. അതെന്തിനാ? അത് കാപ്പിലർ റിയാക്ഷൻ ഉണ്ടാവാൻ. മനസ്സിലായി? Chemical and physical interactions with the base metal must be avoided. അത് വേണമല്ലോ. കെമിക്കൽ അത്രയും കാര്യങ്ങൾ 4 പോയിന്റ് ഓർത്തിരിക്കാൻ ഒരു പാടുമില്ല. Rising fluxes serve as similar purpose as in welding. They dissolve, combine. ചിലത് ഫ്ലക്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ and otherwise inhibit the formation of oxides and other unwanted products in the bracing process. അത്തരം ബ്രേസിംഗ് പ്രോസസ്സിൽ ഉണ്ടാവേണ്ടുന്ന അവിടെയും ഓക്സിഡേഷൻ ഉണ്ടാവും. ആ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫ്ലക്സ്: low melting temperature, low viscosity, so that it can be displaced by the filler metal. Facilitates wetting, etc. ഇനി അത് കഴിഞ്ഞാൽ
ഈ ബ്രേസിംഗ് മെത്തേഡും കൂടെ നിങ്ങൾ പിന്നെ നോക്കണം കേട്ടോ. ബ്രേസിംഗ് മെത്തേഡ് നോക്കണം, അതുകൊണ്ടാകുമ്പോൾ തീരും. ബ്രേസിംഗ് മെത്തേഡ് ഏതൊക്കെയാ മെത്തേഡുകളെന്ന്? ടോർച്ച് ബ്രേസിംഗ്. In torch bracing, flux is applied to the part of the surface and a torch is used to direct a flame against the work in the vicinity of the joint. അതുകൊണ്ട് ആ ടോർച്ച് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. സോ അതിനെ ടോർച്ച് ബ്രേസിംഗ്. A reducing flame is typically used to inhibit oxidation. After the work part joint areas have been heated to a suitable temperature, filler wire is added to the joint, usually in wire rod form. Fuels used in torch bracing include acetylene, propane, and other gases with air or oxygen. The selection of the mixture depends upon heating requirements of the job. There are torch വെച്ച് വെൽഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ടോർച്ച് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ. ടോർച്ചിന് എന്തൊക്കെ ഗ്യാസ് ആയിട്ട് ആ ടോർച്ച് എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്നത്? അസെറ്റിലിൻ വിത്ത് എയർ ഓർ ഓക്സിജൻ. അസെറ്റിലിൻ, പ്രൊപ്പൈൻ വിത്ത് എയർ ഓർ ഓക്സിജൻ. After the work part joint have been heated to a suitable temperature, അത് പിന്നെ അവിടെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഫില്ലർ മെറ്റീരിയൽ അവിടെ കൊടുക്കും. ദാറ്റ് ഈസ് ടോർച്ച് ബ്രേസിംഗ്. ഇനി ഫർണസ് ബേസിംഗ്. Furnace basing use a furnace to supply. ഈ ഫർണസ് എന്തിനാ ഉപയോഗിക്കുന്നത്? To supply heat for bracing and is best suited to medium and high production. ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ടോർച്ച് ഉപയോഗിച്ചത്. In medium production, usually in batches, the important parts and bracing metal are located into the furnace, heated to a bracing temperature, and then cooled and removed. ഉണ്ടോ? നമ്മൾ ബാച്ച് പ്രൊഡക്ഷന് പോവുകയാണെങ്കിൽ usually in batches, the component parts and bracing metals are loaded into the furnace, heated to a bracing temperature, and then cooled and removed. എന്നാൽ ഇത് ഫർണസ് ബ്രേസിംഗിനെ കുറിച്ച് ഈ സാധനം എഴുതണം. It's a batch production technique. High production operations use flow through furnaces in which parts are placed on a conveyor. Flow through അങ്ങനെ തൂടെ പോന്നെ ഫ്ലോ ത്രൂ. അങ്ങനെ ഫ്ലോ ത്രൂ ആണെങ്കിൽ എന്തുകൊണ്ട് കൺവെയർ വേണം? കൺവെയർ ബെൽറ്റ് വേണം. കൺവെയർ അത് കറങ്ങി പോകാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് കൺവെയർ ആൻഡ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ വേരിയസ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സെക്ഷൻസ്. ആ കൺവെയർ കൂടെ പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ നമ്മൾ ഏതെങ്കിലും പിന്നെ കമ്പനികളിലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അന്നേരം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടെക്നിക്കാണ് ഈ പിന്നെ കൺവെയർ ബെൽറ്റ്സ്. അന്നേരം കൺവെയർ ബെൽറ്റ്സിൽ കൂടെ പിന്നെ അതിനെ കൺവെയർ ബെൽറ്റ് കൂടെ ഒരു പാർട്ടി കൂടെ പോകുമ്പോൾ അതിനെ ചൂടാക്കും, അത് അപ്പുറത്തെല്ലാം അത് തണുപ്പിക്കും. So through furnaces in which parts are placed on a conveyor and are transported through various heating and cooling sections. The temperature and atmosphere control are important in furnace bracing. The atmosphere must be neutral or reducing. Vacuum furnaces are sometimes used. എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ എന്ത് വേണം, അവിടെ വാക്യൂം ആക്കണം. ഓക്കെ. Depending on the atmosphere and metals being braced, the need for a flux may be eliminated. അന്നേരം അവിടെ അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഫ്ലക്സിന്റെ ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ഫർണസ് ബ്രേസിംഗ്. ഇൻഡക്ഷൻ ബ്രേസിംഗ്. അന്നേരം ഇനി ടെമ്പറേച്ചർ ഇൻഡക്ഷൻ പ്രോസസ്സിലൂടെ. ഇൻഡക്ഷൻ ബ്രേസിംഗ് യൂട്ടിലൈസസ് ഹീറ്റ് ഫ്രം ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇറ്റ്സ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ടു എ ഹൈ ഫ്രീക്വൻസി കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ വർക്ക്. റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിന് എന്ത് വേണം? നമുക്ക് ഹൈ ഫ്രീക്വൻസി കറണ്ട് കൊടുക്കണം. Then parts are preloaded with the filler metal and placed in a high frequency AC field. The parts do not directly contact the induction coil. Frequencies range from 5 kHz to 5 MHz. High frequency passes need to provide surface heating, while lower frequencies cause deeper heat penetration and the work can appropriate for heavy sections. The process can be used to meet low to high production requirements. ഇതും ഒരു ബാച്ച് പ്രൊഡക്ഷനും ഒന്നിലധികം സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. ഇപ്പം പിന്നെ സൈക്കിളൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ ഒരുപാട് പിന്നെ ബൈസിക്കിളും അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്സുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, മോട്ടോർ ബൈക്കിൻ്റെ ഒക്കെ. അതിനകത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ബ്രേസിംഗ് ടെക്നിക്സ് വി ക്യാൻ എംപ്ലോയ്. ഓക്കെ, അതാണ് ഇൻഡക്ഷൻ ബ്രേസിംഗ്. പിന്നെ റെസിസ്റ്റൻസ് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. Heat to melt the filler metal in the process obtained by resistance to flow of electrical current.
ടു ദി പാർട്സ്. അതായത് നമ്മൾ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി dip bracing either a molten salt bath or a molten metal bath accomplishes heating. In both methods, assembled parts are immersed in the baths contained in a heating plot. അതിനകത്ത് മൂന്നോ നാലോ സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ബ്രേസിങ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ഇൻഫ്രാറെഡ് ബ്രേസിങ്. This method uses heat from a high intensity infrared lamp. Some infrared lamps are capable of generating up to 5,000 watts of a radiant heat energy. അന്നേരം ഇത് പിന്നെ നമ്മുടെ ഇപ്പം സീരിയസ് ടെസ്റ്റിനും പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും രണ്ട് ടൈപ്പായിട്ടൊക്കെ പഠിക്കേണ്ടി വരും. അന്നേരം ഇത് ചിലപ്പം ഇപ്പോൾ വാട്ട് ഈസ് ഇൻഫ്രാറെഡ് ബ്രേസിങ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്സ്പ്ലെയിൻ ഇൻഫ്രാറെഡ് ബ്രേസിങ് എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും എഴുതേണ്ടത്. അന്നേരം എന്താ അവിടെ ഈ 5,000 വാട്ട്സ്, അന്നേരം സാറന്മാർ പേപ്പർ നോക്കുമ്പോൾ ആദ്യം ഈ 5,000 വാട്ട്സ് ഉണ്ടോന്നായിരിക്കുന്നത്. മനസ്സിലാവും. This process is slower than the most of the other process we did above and is generally limited to thin sections. അന്നേരം ഈ 2 സെന്റൻസ് എങ്കിലും നിങ്ങൾ ഇതിനകത്ത് എഴുതണം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ. ഓക്കെ. ബ്രേസ് വെൽഡിങ്ങിന്റെ ഫിഗർ ഒക്കെ അതിനകത്ത് തന്നിട്ടുണ്ട്. A greater quality of filler metal is deposited in than bracing and no capillary action occurs in brace welding. The joint consists entirely of filler metal. The base metal does not melt and it is therefore not fused in the joint as conventional fusion welding process. Bracing, this principal application of brace welding is applicable in repair work. Okay. ഇത്രയാണ്. അന്നേരം ഇപ്പൊ തന്നെ നിങ്ങൾ ഇരുന്ന് ഇതിന്റെ നോട്ട്സ് അതിനകത്തുനിന്ന് എഴുതണം. അന്നേരം ആ നോട്ട്സ് എഴുതാനായിട്ട് ഇറ്റ് ഈസ് പിന്നെ വെരി സിമ്പിൾ. ഒരു സമയവും കൺസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് വിൽ ടേക്ക് ഓൺലി 10 minutes ടൈം. 10 minutes പോലും ചിലപ്പോൾ എടുക്കത്തില്ല. അത് ബ്രേസ് എന്താന്ന് എഴുതുക, ഏതൊക്കെയാണ് കോമൺ ബ്രേസ് എന്ന് എഴുതുക, അതിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എഴുതുക. പിന്നെ ഫില്ലർ മെറ്റീരിയൽ എടുക്കുമ്പോഴുള്ള ക്വാളിറ്റി, ഫില്ലർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എഴുതുക. പിന്നെ അതായത് ഞാനത് പറഞ്ഞു, ആ ക്വാളിറ്റി ഒക്കെ ഓർത്തിരിക്കാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റീസ് ഒരു 4 പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്യുക. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ബ്രേസിങ്, ഓരോ മെത്തേഡും നോട്ട് ചെയ്യുക. അതിൻ്റെ അത്യാവശ്യമുള്ള 2 പോയിന്റ് വീതം, ഏറ്റവും അത്യാവശ്യമുള്ള 2 പോയിന്റ് വീതം ഓരോ ബ്രേസിങ്ങിനും, ഓരോ മെത്തേഡ് ഓഫ് ബ്രേസിങ് എഴുതും. വേറെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബ്രേസിങ് എന്തോന്നേ പഠിച്ചോളൂ. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്തോ പഠിച്ചത്, അതിൻ്റെ പിന്നെ ഫില്ലർ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണ്, ബ്രേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പിന്നെ ബ്രേസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഇപ്പോഴാണ്. നമ്മൾ കൂടുതൽ നോളജ് നമ്മൾ അക്വയർ ചെയ്തു വെൻ യു ആർ റീച്ചസ് ഇൻ ടു 4th സെമസ്റ്റർ. മനസ്സിലായോ? അന്നേരം ഇത് പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ ആസ് നിങ്ങളിപ്പം ഗേറ്റ് എക്സാമിനേഷൻ ഇതൊന്നും ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അവിടെ ക്വസ്റ്റ്യൻസ് ആർ മോസ്റ്റ്ലി പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്. അന്നേരം അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ വൈൽ യു ആർ ഗോയിങ് ഫോർ ആൻ ഇന്റർവ്യൂ, സോ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ്. ആൻഡ് മേ ബി വൈൽ യു ആർ അപ്പയറിംഗ് ഫോർ നിങ്ങൾക്ക് ഈ കോംപ്രഹെൻസീവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. കോംപ്രഹെൻസീവ് എക്സാമിനേഷൻ ഇസ് റൈറ്റിംഗ് ആൻഡ് വൈവ. അന്നേരം വൈവയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്ത് എന്താണ് ബ്രേസിങ് ടെമ്പറേച്ചർ എത്രയാണ്, ബ്രേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, എവിടെയാണ് ബ്രേസിങ് ഉപയോഗിക്കുന്നത്, ബ്രേസിങ്ങിൻ്റെ വാട്ട് ആർ ദ കോമൺ ഫില്ലർ മെറ്റീരിയൽസ് ആർ യൂസ്ഡ്, അന്നേരം ഫില്ലർ മെറ്റീരിയൽസിനെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഫ്ലക്സിൻ്റെ ഉപയോഗം എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേസിങ് പ്രോസസ്സസ്. അത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കാണണം. ഞാനിപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇപ്പം പിന്നെ 12 മണിക്കുള്ള ക്ലാസ്സിൽ നോട്ട്സ് നോക്കും, നോട്ട്സ് കാണിക്കണം, സോൾഡറിങ്ങും പറയും. പിന്നെ അന്നേരം നമ്മുടെ ഈ മോഡ്യൂളേഴ്സ് കംപ്ലീറ്റ് ഞാൻ ഇന്ന് തന്നെ എൻ്റെ പിന്നെ 3rd മോഡ്യൂളിൻ്റെ
അടുത്ത ട്യൂട്ടോറിയൽ ഷീറ്റ് തരും. ട്യൂട്ടോറിയൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇളയൊന്നും കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒക്കെ പറ്റത്തില്ലെന്നൊക്കെ എനിക്കറിയാം. അന്നേരം അതുകൊണ്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ക്വസ്റ്റ്യനും ആൻസറും തരിക. സോ ദ ഓൺലി യുവർ ഡ്യൂട്ടി ഈസ് ടു ലേൺ ദ തിങ്സ്. മനസ്സിലായി? അന്നേരം പിന്നെ ക്വസ്റ്റ്യൻ മാത്രം തരുമ്പോൾ നിങ്ങൾ പറയും എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഞാൻ മറ്റേത് കണ്ടില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് അതും കൂടെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൻസറും കൂടെ തരുന്നത്. അതുകൊണ്ട് ആൻസർ നിങ്ങൾ എങ്ങനെ കിട്ടി എന്നൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അന്നേരം അതും ഇനി നമുക്ക് പറയാൻ വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം നോക്കി കാണുന്നു. ഇനി നിങ്ങളുടെ അറ്റൻഡൻസ് പറയണം. ഒരു മിനിറ്റ്. പുതിയതായിട്ട് ആർക്കെങ്കിലും പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്തോടെ? നോയലിന് റിപ്പോർട്ട് ചെയ്തായിരുന്നു പുതിയതായിട്ട്. അതെന്ന് 3 ദിവസമായി. 3 ദിവസമായത് അത് സംഭവിച്ചുകൂടാത്തതാണല്ലോടെ. നിങ്ങളെ ഈ പ്രശ്നം കൊണ്ട് ഈ ക്ലാസ് തുടങ്ങാൻ പറ്റാമെന്ന് പറയുന്നത്. ഇത് എന്തോ ചെയ്യാൻ പറ്റുമെന്ന്. എന്തായാലും ഏപ്രിൽ ഫസ്റ്റ് വീക്കിലെ ക്ലാസ് തുടങ്ങി. ഞാൻ ഇന്നലെ HOD ഒക്കെ ആയിട്ട് സംസാരിച്ചു. അന്നേരം HOD എന്നോട് പറഞ്ഞത് ഏപ്രിൽ, നിങ്ങൾ മേ ബി യു പീപ്പിൾ ആർ അവെയർ, നിങ്ങളുടെ സീനിയർ അടുത്ത് പറഞ്ഞു കാണുമായിരിക്കും. അന്നേരം നമ്പേഴ്സ് പറയൂ. 2 പേരെ ഇപ്പോൾ ഇതിനകത്ത് ഇല്ലാതെ ഞാൻ കാണുന്നുള്ളൂ. അന്നേരം ആ 2 പേര് ആരാന്ന് പറഞ്ഞാൽ അറ്റൻഡൻസും കിട്ടേക്കും. ഞാൻ വിളിക്കട്ടെ. നമ്പർ 1 present sir. 2 present sir. 3 ഈ 3-നെയാണല്ലേ കിട്ടാത്ത എപ്പോഴും. 4 present. 5 present. 6 7 present. 8 present. 9 present sir. 10. ഇവിടെ ഇപ്പൊ 73 പേരായിരുന്നു. അന്നേരം ഒരാളോട് കയറിയായിരുന്നു, ഞാൻ പിന്നെ അറ്റൻഡൻസ് എടുക്കണ്ടായിരുന്നു. 11 11% 12 13 present sir. 14 15 74 സമ്മതിച്ചു. 15 16 17 18 Present sir. 19 Present sir. 20 21 present. 22 Present sir. 23 Present sir. 24 25 25 26 Present sir. 27 28 Present sir. 29 Present sir. 30 Present sir. 31 Present sir. 32 33 ഒക്കെ കാണുമായിരിക്കും. 33 34 34 35 Present. 36 Present. 37 Present sir. 38 present. 39 Present sir. 40 Present sir. 41 42 43 43 43 44 45 46 47 47 48 48 49 50 50 51 51 52 52 53 53. 54 54 55 55
56, 56. 57, 57. 58, 59, 60, 61, 62, 63, Present, sir. 64, Present, sir. 65, Present, sir. 66, 66, 67, 68, Present, sir. 69, Present, sir. 70, Present, sir. 71, Present, sir. 22, Present, sir. 23, Present, sir. 74. ഇതാ ഈ 32 ഉണ്ടോന്നൊന്ന് പറയട്ടെ. 32 ബാക്കി എല്ലാവരും ഉണ്ടെന്ന് എഴുതാം. 32%. ഓക്കെ. 58 ഉണ്ട്. ഓ അതൊക്കെ ഉണ്ട്. 58 ഉണ്ടോ നമുക്ക്? 58%. 58%. Sir, 46% ആണ്. എല്ലാരും ഉണ്ട്. ഓക്കെ എല്ലാരും ഉണ്ട്. Thank you, sir. പിന്നെ 12 മണിക്കാണ്. Okay, sir. Okay, sir.